ഗിരിരാജ തീർത്ഥവർണ്ണനം. ബഹുലാശ മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചു, ഹേ മഹായോഗിൻ, ഗിരിരാജനായ ഗോവർദ്ധനത്തിൽ ഏതേതു തീർത്ഥങ്ങളാണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നാരദൻ പറഞ്ഞു, ഗോപീഗോപന്മാരെ മുഴുവൻ രക്ഷിച്ചതും ശ്രീകൃഷ്ണപ്രിയനുമായ ഗോവർദ്ധനഗിരി പൂർണ്ണ ബ്രഹ്മതാപത്രമായ ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥമാണ്. ഗോപീഗോപന്മാരെ മുഴുവൻ രക്ഷിച്ചതും ശ്രീകൃഷ്ണപ്രിയനുമായ ഗോവർദ്ധനഗിരി പൂർണ്ണ ബ്രഹ്മതപത്രയമായ ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥമാണ്. ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ആരെ ഭഗവാൻ പൂജിച്ചുവോ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ വയസ്സന്മാരോടുകൂടി എവിടെ ലീലകളാടിയോ ആ ഗിരിരാജന്റെ മാഹാത്മ്യം അവർണ്ണനീയമാണ്. ചതുർമുഖനായ ബ്രഹ്മദേവന് കൂടി അത് മുഴുവൻ വിവരിക്കാൻ പ്രയാസമാണ്. മഹാപാപനാശിനിയായ മാനസരഗംഗ, വിശദമായ ഗോവിന്ദകുണ്ഡം, ചന്ദ്രസരോവരം, രാധാകുണ്ഡം, കൃഷ്ണകുണ്ഡം, ലളിതാകുണ്ഡം, ശ്രീകൃഷ്ണന്റെ ശിരസ് സ്പർശിച്ച സ്ഥലത്തുള്ള ശിരച്ചിഹ്നം മുതലായവ അവിടെയുണ്ട്. ആ ചിഹ്നത്തിന്റെ ദർശനം മാത്രമേ തന്നെ മനുഷ്യൻ ദേവോത്തമനായിത്തീരും. ഇന്ദ്രൻ നമസ്കരിച്ച സ്ഥലം, ബ്രഹ്മാവ് പ്രണമിച്ച സ്ഥലം എന്നിവയും മഹാതീർത്ഥങ്ങൾ തന്നെ. ഗോപന്മാരുടെ ഉഷ്ണീഷം ഒളിപ്പിച്ചു വച്ച സ്ഥലം ഔഷ്ണീഷ തീർത്ഥം എന്നറിയപ്പെടുന്നു. ഒരിക്കൽ തൈര് വിൽക്കാൻ പോയിരുന്ന ഗോപികമാരെ ശ്രീകൃഷ്ണൻ തടഞ്ഞു നിർത്തി. ഓടക്കുഴലും കാലിക്കോലും ധരിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് കൃഷ്ണൻ ചുങ്കം കൊടുക്കാൻ വേണ്ടി ഗോപികമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ, നീ വക്രഗതിക്കാരനാണെന്ന് ആദ്യമേ ഞങ്ങൾക്കറിയാം. അമ്മയും അച്ഛനും ശാസിച്ചിട്ടും നിന്റെ സ്വഭാവം മാറിയിട്ടില്ല. ഞങ്ങളുടെ വീടുകളിൽ കടന്ന് പാലും തൈരും മോഷ്ടിച്ചും പാത്രങ്ങൾ ഉടച്ചു നടക്കുകയാണല്ലോ നിന്റെ ജോലി. ഇപ്പോൾ അബലകളായ ഞങ്ങളെ നീ തടഞ്ഞു വച്ചിരിക്കുന്നു. നിന്നെപ്പറ്റി ഞങ്ങൾ കംസനോട് പരാതി പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കംസൻ നിന്നെ ബന്ധനത്തിലാക്കും. ഗോപീവാക്യം കേട്ട കൃഷ്ണൻ കോപം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, കംസനെ അവന്റെ ബന്ധുമിത്രാദികളോടുകൂടി ഞാൻ വധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപികമാരുടെ പക്കൽ നിന്നും തൈർക്കലങ്ങൾ വാങ്ങി ഉടച്ചു കളഞ്ഞു. ഇവൻ വീട്ടിൽ മഹാപാപമാണ്, കാട്ടിലെത്തിയാൽ മഹാശൂരനും. നമുക്ക് യശോദയോട് ചെന്ന് പറയാം, മൺപാത്രങ്ങൾക്ക് പകരം യശോദാദേവി പൊൻപാത്രങ്ങൾ പകരം തരും എന്ന് തമ്മിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഗോപികമാർ സ്വഭവനങ്ങളിലേക്ക് പോയി. ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും ചമതയിലെയും മറ്റും പറിച്ച് കുമ്പിൾ കുത്തിക്കൊണ്ട് തൈർ മുഴുവൻ കുടിച്ചു. ആ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കുമ്പിളിന്റെ രൂപത്തിൽ കൂർത്തുകൊണ്ടായിത്തീർന്നു. ആ സ്ഥലത്തിന് ദ്രോണതീർത്ഥം എന്ന പേരും ലഭ്യമായി. അവിടെ വച്ച് തൈര് ദാനം ചെയ്യുകയും കുമ്പിളിൽ തൈര് കുടിക്കുകയും ചെയ്യുന്നവന് ഗോലോകപ്രാപ്തി ഉണ്ടാവുന്നതാണ്. ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും കണ്ണുകെട്ടിക്കളിച്ച സ്ഥലം ലൗകിക തീർത്ഥമെന്നറിയപ്പെടുന്നു. പിന്നെ ഹരിലീലകളാടിയ കദംബതീർത്ഥമെന്നൊരു സ്ഥലമാണ് അതിനടുത്തുള്ളത്. രാധാദേവി ഗോവർദ്ധനത്തിൽ വെച്ച് ഭഗവാനെ അലങ്കരിച്ച സ്ഥലത്തിന്റെ പേര് ശൃംഗാരമണ്ഡലം എന്നാണ്. ഇതും ഒരു പുണ്യതീർത്ഥമാണ്. ഭഗവാൻ ഏത് രൂപത്തിലാണോ ഗോവർദ്ധനം ധരിച്ചു നിന്നത് ആ രൂപം ഇപ്പോൾ ഭക്തന്മാർക്ക് ചക്ഷുഗോചരമത്രേ. കലിയുഗത്തിൽ 4800 സംവത്സരങ്ങൾ കഴിയുമ്പോൾ ഈ സ്വരൂപം ഗോവർദ്ധനഗിരിയിൽ നിന്ന് പുറത്തുവരും. ഈ അവതാരം ശ്രീനാഥൻ എന്നറിയപ്പെടുന്നു. ശ്രീനാഥ ദേവമദനൻ ഗോവർദ്ധനഗിരിക്ക് മുകളിൽ സദാ ലീലകളാടിക്കൊണ്ടിരിക്കും. കലികാലത്ത് ശ്രീനാഥ ദർശനം സിദ്ധിക്കുന്നവൻ കൃതാർത്ഥനായി ഭവിക്കുന്നു. ജഗന്നാഥൻ, രംഗനാഥൻ, ദ്വാരകാനാഥൻ, ബദരീനാഥൻ എന്നിവർ ഭാരതത്തിന്റെ ചതുഷ്കോണങ്ങളിലും നടുവിലായി ഗോവർദ്ധനനാഥൻ എന്നിങ്ങനെ പഞ്ചനാഥന്മാർ ദേവപ്രവരന്മാരാണ്. മറ്റു 4 പേരെയും ദർശിച്ച് ശ്രീനാഥദേവനെ ദർശിക്കാതിരിക്കുന്നവന് യാത്രാഫലം കിട്ടുന്നില്ല. പ്രത്യുത ശ്രീനാഥദേവനെ ദർശിച്ചാൽ മറ്റു 4 ദേവന്മാരെ കൂടി ദർശിച്ച ഫലമുള്ളവാകുന്നു. ഐരാവതത്തിന്റെയും സുരഭയുടെയും പാദചിഹ്നങ്ങൾ ദർശിക്കുവാൻ വൈകുണ്ഠലോകം പ്രാപിക്കും. ഐരാവതത്തിന്റെയും സുരഭയുടെയും പാദചിഹ്നങ്ങൾ ദർശിക്കുന്നവൻ വൈകുണ്ഠലോകം പ്രാപിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിക്കുന്നവന് കൃഷ്ണസായുജ്യം തന്നെ ലഭിക്കുന്നതാണ്. ഹേ